പാലക്കാട് ട്രെയിൻ ഇടിച്ച് 13 പശുക്കൾ ചത്തു. ചെന്നൈ പാലക്കാട് ട്രെയിനാണ് കൂട്ടത്തോടെ ട്രാക്കിലിറങ്ങിയ പശുക്കളെ ഇടിച്ചിട്ടത്. സംഭവത്തിൽ ഈ ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എപ്പോഴാണ് സംഭവം? ഈ ട്രാക്കിൽ ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചോ? ചെന്നൈ പാലക്കാട് ട്രെയിൻ കടന്നു പോകുന്ന വഴിയിലാണ് 13 പശുക്കൾ കൂട്ടത്തോടെ നിന്നത്. പാലക്കാട് ഒടുവിൽ ട്രെയിൻ ഇടിച്ച് ഈ പശുക്കൾ ചത്തുപോവുകയും ചെയ്തു. ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം ഈ സംഭവത്തെ തുടർന്ന് തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, വിശദാംശങ്ങൾ. പാലക്കാട് ചെന്നൈ ട്രെയിൻ ഇടിച്ചാണ് 13 പശുക്കൾ ചത്തത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഈ ട്രെയിൻ ഞാവളംതോട് ഭാഗത്ത് എത്തിയപ്പോൾ പശുക്കൂട്ടത്തെ ഇടിച്ച് പിന്നീട് കുറച്ച് അകലം മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ട്രെയിൻ നിർത്തിയിട്ടു. അപ്പോഴേക്കും ട്രാക്കിൽ നിലയുറപ്പിച്ചിരുന്ന പശുക്കളിൽ 13 ഈ ട്രെയിൻ ഇടിച്ച് ചാവുകയായിരുന്നു. പശുക്കളുടെ ഈ 13 പശുക്കളുടെയും ജഡമൊക്കെ ഇപ്പോൾ ട്രാക്കിൽ നിന്ന് മാറ്റുകയും തുടർന്ന് ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മീനാക്ഷിപുരം പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പശുക്കളുടെ ജഡമൊക്കെ നീക്കി ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിച്ചത്. അതേസമയം തന്നെ ഈ കൂട്ടമായി പശുക്കൾ ട്രാക്കിലേക്ക് എത്തിയത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. റെയിൽവേ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും കാർഷിക മേഖലയായതിനാൽ ആളുകൾ മേയാൻ വിട്ട പശുക്കൾ കൂട്ടമായി അവിടേക്ക് എത്തിയതാണോ എന്താണെന്നുള്ളതിൽ ഒരു വ്യക്തത റെയിൽവേ ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 13 പശുക്കൾ ട്രെയിനിടിച്ച് ചത്തിരിക്കുകയാണ്. ഈ ചത്ത പശുക്കളുടെ ജഡമൊക്കെ ട്രാക്കിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ട്രെയിന് ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്.